ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിപ്പോൾ എവിടെയാണെന്നല്ലേ നോക്കണ്ട, അവിടെ തന്നെ കണ്ണൂർക്കാണ്. അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് റെഡി ആവുന്നുണ്ട്. അപ്പം നമ്മളിന്ന് എൻ്റെ വീട്ടിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും ഇനി വരുന്നത്. അപ്പം ഞാൻ എന്തായാലും ഫുൾ സെറ്റപ്പിലായിട്ടുണ്ട്. അവിടെ ഒരു സെറ്റപ്പുമായിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. എന്നോട് നേരത്തെ റെഡി ആവാൻ പറഞ്ഞിട്ട് ഇയാൾ ഇവിടെ കോസ്റ്റ്യൂം മാത്രം ഇട്ട് എന്തെന്ന് കാണിക്കുക. നിന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ട് പോണെന്നുണ്ടെങ്കിൽ ഇവിടെ സമയമില്ലേ, 4 മണിയാവുന്നേ ഉള്ളൂ. 5 മണിക്ക് വണ്ടിക്ക് 1 മണിക്കൂർ മുന്നേ പോകുന്ന നല്ല വേണം പറയാ. 5 മണിക്കുള്ള വണ്ടിക്ക് 1 മണിക്കൂർ മുന്നേ പോകുന്നത് നല്ല കാര്യമല്ലേ? 5 മണിക്കുള്ള വണ്ടിക്ക് എന്തിനാണ് 1 മണിക്കൂർ പോയി നിൽക്കുന്നത്? ഓട്ടോക്കാരൻ വരുമല്ലോ 4 മണിക്ക്. അത് എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാവർക്കും ഉള്ള മെയിൻ പ്രശ്നമാണ് തിരക്ക്. ഇവക്കാണെങ്കിൽ അതിനപ്പുറത്തെ തിരക്കാണ്. ഇവള് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത്. അനക്കെല്ലാം വെച്ചാൽ ഒരു ഷർട്ടും ഒരു പാൻറ്റും ഇട്ട് കഴിഞ്ഞാൽ തന്നെ സംഭവം ക്ലിയർ ആയി. ഇവളങ്ങനെയല്ല. ഞാനെല്ലാം റെഡിയായിട്ട് മണിക്കൂറുകളായി. ഈ കാണുന്ന ബാഗ് കാണിച്ചു കൊടുക്കും. ഈ 2 ബാഗ് കെട്ടിപ്പൊറുക്കിയിട്ട് ഞാൻ തന്നെ വേണം വെക്കാൻ. ഇവക്ക് ഒരു കുന്ത് പറഞ്ഞുകൂടാ. ഈ പെട്ടി പാക്ക് ചെയ്യാൻ തന്നെ ഇവിടെ ഒരു യുദ്ധമാണ് നടന്നത്. എങ്ങനെയെങ്കിലും ആണ് ഈ 2 ബാഗ് പാക്ക് ചെയ്തത്. ഗൈസ്, അപ്പൊ ഇന്ന് പോകുന്നതിന് മുന്നേ തന്നെ വേറൊരു സംഭവം കൂടി പറയാനുണ്ട്. അതായത് ഇന്നത്തെ യാത്രയ്ക്ക് ഒരു സ്പെഷ്യൽ പ്രത്യേകതയുണ്ട്. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഇവളുടെ ഫസ്റ്റ് ട്രെയിൻ ജേണിയാണിത്. എങ്ങനെയാണ് നിന്റെ എക്സ്പെക്ടേഷൻസ്? എങ്ങനെയാ? ഒരു കുന്തു പറഞ്ഞൂടെ? വാള് വെക്കാനാ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ, അമ്മക്ക് ഓർമ്മയില്ലേ? 3 പ്രാവശ്യമാണ് ഇവള്. ഞാനാന്ന് വരുന്ന വഴിക്ക് കല്യാണം കഴിച്ചതിന് പാടും ഓരോരോ സെക്കൻഡ് എത്തുമ്പോഴത്തേക്കും ഇരിക്കുന്നേ. ട്രെയിനിൽ അങ്ങനെയൊന്നും വെച്ചുകൂടാ. ബസ്സിലാവുമ്പോ നിനക്ക് മറ്റേ ജനലെങ്കിലും തുറന്നിടാന്ന് വെക്കാം. ട്രെയിനിലാവുമ്പോ നീ എന്ത് ചെയ്യും? ഉറക്കവിളി എന്നിട്ട് നീ അവിടെ ഇതായത് തന്നെ. ആരെങ്കിലും മറ്റേ ചോറും പരിപ്പറിയും കൂട്ടുന്ന സമയത്തായിരിക്കും ഇവളിങ്ങനെ ഇതാക്കി വരുന്നുണ്ടാവുക. എന്തായാലും നോക്കാം ഇവളെന്തെല്ലോ രീതിയിലാണ് വരുന്നത്. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം. ഇപ്പൊ എന്തായാലും ഇറങ്ങാൻ സമയമായി. നമ്മൾ ഇറങ്ങിയിട്ട് വരാം. എന്തായാലും അച്ഛനമ്മയോടും ബൈ ബൈ പറഞ്ഞിട്ട് വരാം. ഗൈസ്, അപ്പൊ നമ്മള് പോവാൻ സമയമായി. വേഗം ഇറങ്ങാം. അല്ല, അവര് കാത്തു നിൽക്കും അവിടെ. ഫസ്റ്റ് ട്രെയിൻ ജേണി അച്ഛാ, ബെസ്റ്റ് വിഷസ് പറ. ഫസ്റ്റ് ട്രെയിൻ ജേണിയാ. ബോറടിയല്ലേ ഇവർക്ക്? ഈ ഡാഗിനിക്കും കുട്ടൂസനും എങ്ങനെയെങ്കിലും 2 കൂടി ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ സമാധാനം. അല്ല, ഇതെവിടെ ഇറക്കി പോന്ന്? അതെടുക്ക്, ബാഗ് എടുക്ക്. ഞാൻ വലുതെടുത്തോളാം. ഞാൻ ചുമടും ചുമന്നിട്ട് വരണം. അല്ല അമ്മോ, അമ്മേ വന്നോളൂ. അയ്യോ, ബൈ. പോയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് വരാം. ബൈ. ഗോകുൽദാസിനെല്ലാം കൃത്യസമയത്ത് ഫുഡ് കൊടുത്തിരിക്കണം. നമ്മൾ ഇറങ്ങുന്നത് നമ്മളെ ഓട്ടോ ചേക്കൻ വന്നു. എന്റെ ഫോണിന്റെ അടുത്ത്. ഇവർക്ക് എല്ലാത്തിനും ഡൗട്ടാണ്. ആദ്യമായിട്ട് പോകുന്നതല്ലേ, ഇങ്ങനെ പലതും കാണാം. ട്രെയിനിൽ എന്തെല്ലാം കോപ്രായം കാണുന്നുള്ളത് നമുക്ക് അവിടുന്ന് കാണാം. ഇവിടെ ഒരാള് പേടിച്ച് വിറച്ചിരിക്കുന്നതാണ്. തിന്നാനെല്ലാം വാങ്ങിച്ചു തരും. കണ്ടില്ലേ, ഓരോന്നും മറ്റേ ചെറിയ കുട്ടികളെല്ലാം വന്നാൽ നോക്കൂല. അതുപോലെ ഇവള് നോക്കുന്നത്. ഇവിടെ ഇപ്പം പോലീസ് വരും, എന്നിട്ട് എൻക്വയറി നടത്തും. എവിടെയാന്ന് പോകേണ്ടത്, എന്താന്ന് പോകേണ്ടത് തന്നെ. എന്നിട്ട് ഫോമിൽ എഴുതി കൊടുക്കണം. അങ്ങനെ തന്നെയാണ്. എന്തിനാ പേടി? എന്തിനാ? ആ മുഖത്ത് കണ്ടാൽ അറിയാലോ പേടിയുണ്ട്. തിന്നാനെല്ലാം വാങ്ങിച്ചെടുത്തു. ഞാൻ വാങ്ങിച്ചു തരണ്ട്. അയ്യടാ, നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. ദേവു, എങ്ങനെയുണ്ട് റെയിൽവേ സ്റ്റേഷൻ? നല്ല രസമുണ്ട്. ഇത് ചാടാനാ എന്തിന്?
എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മൾ ചാടിക്കഴിഞ്ഞാൽ? ചാടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഞാനും ഉണ്ടാവില്ല. നീ ചത്താ ഞാനും നീക്കോ നാച്ച. ഈ ആ സാധനം ഇല്ലേ തോണ്ടിയിട്ടേക്കണം. വീട്ടേക്കിടെന്ത് ഒരു സംഭവം തോണ്ടി അത് അവിടെ പോയി നിന്നാ ചാവും. നീ എന്തിനിപ്പ അതെല്ലാം പറയുന്ന? ഒരു യാത്ര പോകുമ്പോ അങ്ങനൊക്കെ ഉണ്ട്. അങ്ങനൊക്കെ ഉണ്ട്. അവിടെ പോയി നിൽക്കും ആരെങ്കിലും. എല്ലാം നിക്കും. ട്രെയിനിൽ കയറി കഴിഞ്ഞാലില്ലേ പലരും പല സാധനങ്ങളും തരും. അതായത് ചായ, ചായ, ബിസ്ക്കറ്റ്, വട ഒന്നും വാങ്ങി കഴിക്കരുത്. എല്ലാം കക്കൂസിന്റെ അടുത്തെല്ലാം വെച്ചിട്ടായിരിക്കും. വിശന്ന ആണെങ്കിൽ നീ അതും തിന്നും. നിനക്കറിയാം വിശക്കുന്നതിനെ കഴിച്ച് നമ്മൾ നല്ല വീട്ടിൽ നിന്ന് നല്ല ഇവർക്ക് ചപ്പാത്തിയും. നിനക്കെന്നാ? നമുക്ക് രണ്ടുപേർക്കും ചപ്പാത്തിയും മുട്ടക്കറിയും പിന്നെ കുറച്ച്. നമുക്ക് രണ്ടുപേർക്കില്ല, നമുക്ക് രണ്ടുപേർക്ക് ഉണ്ട്. ഇവൻ കഴിക്കും. ഇവനെ ഞാൻ കഴിപ്പിക്കും. എല്ലാം കഴിപ്പിക്കുന്നില്ല. ഞാൻ നല്ല ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ട് നീ ചപ്പാത്തിയും മുട്ടക്കറി, ചപ്പാത്തി മുട്ടക്കറി, ഉണ്ടക്കറി മുട്ടക്കറിയല്ല മുട്ടക്കറി നീ തിന്നണം, ഞാൻ തന്നോളാം. നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിനിൽ എത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറയുന്നത്. ഈ കുട്ടിയാണെങ്കിൽ ഇവിടെ വിഷമിച്ചിരിക്കുന്നതാണ്. നിനക്ക് ബുക്കാറോ ജിയാ? നമ്മളെന്തായാലും ട്രെയിൻ കയറിയിട്ട് കാണാം. ഇവിടെ ഓരോ കോപ്പറായിരുന്നു കാണാം. നമ്മളെ ട്രെയിൻ ഇതാ വിദൂരതയിൽ നിന്ന് വരുന്നുണ്ട്. ദൈവം പേടിയുണ്ടാ ഫസ്റ്റ് ട്രെയിൻ ജേണി. ഗൈസ്, ഇവിടെ ഒരാള് ആദ്യമായിട്ട് ഇതാ ട്രെയിനിൽ കയറിയിട്ട് ഇതാ എക്സ്പീരിയൻസ് പറ, എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ബസ് പോലെയാണോ ട്രെയിന്? ഒരു കാപ്പിയെല്ലാം കുടിച്ച് വന്നിരിക്കുന്നതാണ്. എനിക്ക് TTR വന്നിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട്. ഇവിടെ മോന്ത കണ്ടിട്ട് സത്യം പറഞ്ഞ ചിരി വരുന്നത്. അതേ രൂപത്തിലാണ് നിൽക്കുന്നത്. നോക്കിയാട്ടെ. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ട്. ഒന്നും അറിയുന്നില്ല. നല്ല സുഖമുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. എന്തെന്നാ നിനക്ക് സ്മൂത്ത് ആയിട്ട് പോണ്? പിന്നെ കാല് നീട്ടി സുഖമായിട്ട് കിടക്കാം. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാതിൽ ഓർക്കുമ്പോൾ തന്നെ നാറ്റുണ്ട്. നമുക്ക് ഒന്നാമത് കിട്ടിയ സീറ്റ് എന്നെ ഡോറിന്റെ സൈഡാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞം മടിക്കുന്ന ഞം ഒരു തുള്ളി കഷ്ടം പോലും തരാണ്ട് പൊടിയടക്കം വാരിത്തു നിന്നാണ്. ഗൈസ്, നമ്മളിപ്പോ ഏകദേശം എവിടെ എത്തിന്ന് വെച്ചാൽ കോഴിക്കോട് പിടിക്കാനായി. കോഴിക്കോട് എത്തിയിട്ട് നേരെ ഷൊർണൂർ പിടിക്കണം. ഷൊർണൂർ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കല്ലേ? ഇതെന്ത് എപ്പോഴും വിശപ്പാ? വിശപ്പൊന്നുമില്ല ഇനി വിശപ്പൊന്നുമില്ല. വിശപ്പിനും കഴിഞ്ഞു. ഷൊർണൂർ എത്തിയിട്ട് ഫുഡ് കഴിക്കാം. എന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങിപ്പോളാം. അതൊരു പരിപാടി ഇല്ല. വളർച്ച കണീക്കണ്ടയാ ഒരു പാക്കറ്റ് കൂടിയാണ്. എന്നിട്ടാ നീ തെണ്ടി എനക്ക് മറ്റേ ഇത് തരേണ്ടത്. ഗൈസ്, ഇവിടെ ഫുഡ് അടി തുടങ്ങി. നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ചപ്പാത്തിയും മുട്ടക്കറിയും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൊണ്ട് വന്നിട്ടുണ്ടല്ലേ. എന്തായാലും ചിരിക്കുന്നു. ഫോളിങ് ആണ്. ഗുഡ് മോർണിംഗ്. നല്ല ഉറക്കായിരുന്നു അല്ലേ? കൂർക്കം പിടിച്ച് ഭയങ്കര ഉറക്കം. ഈ ട്രെയിനിൽ ഇവന്റെ കൂർക്കം വരെ മാത്രമേ അല്ലേ? ഓർച്ചറി. സൈലന്റ് ആയി ഓരോരോ പേരിങ്ങനെ അല്ലേ വെയിറ്റ് വരുന്നത്. ഇവിടെ ഒരാൾ ഇത് തന്നെ ഡോറിന്റെ സൈഡിൽ നിൽക്കരുത്, മറ്റേ സൈഡിൽ നിൽക്കരുത് പറ്റുന്ന വലിയ ആള് വന്നിട്ടുണ്ട്. ഇതിന് കുറേ കാലം
ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന അനുഭവമുള്ള ആളാണ്. നമുക്ക് ഇവരെ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ അറിയണം. പറയും കയ്യൊന്നും തരൂലേ നാളം കെടുത്തല്ലേ. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ എക്സ്പീരിയൻസ്? നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് ഉറങ്ങിയില്ല? 10 മണി തൊട്ട് 2 മണി വരെ ഉറങ്ങി. ഞാൻ അങ്ങനെ ദേവുവിനെ സേഫ് ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതാ മോള് വന്നപ്പോഴത്തേക്ക് ഇപ്പം മരുമോനെ ആർക്കും വേണ്ട, ആരും എന്നെ മൈൻഡാക്കാനില്ല. എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ഉറക്കക്ഷീണമുണ്ട്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഇവളാണ്. അതായത് ഈ ഒറ്റയൊരുത്തി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു. എനിക്ക് ഈ ട്രെയിനിൽ ഒന്നാമത് ഉറക്കധികം വരൂല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവളെന്താ ചെയ്തെന്നറിയാം, ഇവള് നേരെ വന്നിട്ട് എന്നെ വിളിക്കുക. അതായത് പൊതുവെ നേരിട്ട് വിളിക്കുന്നയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ഫോണ് വിളിച്ചിട്ട് അത്ര ഇരിക്കുന്ന ആൾക്കാർ, ഉറങ്ങുന്ന ആൾക്കാരെ അറിയിച്ചിട്ട് ഇവള് ഉറങ്ങിയായിരുന്നോ ഇത് അങ്ങനെ ഇതാക്കിട്ട് എന്താണ് ആവശ്യമോ? ഇവന്റെ കൂർക്കമ്മലിയുടെ സൗണ്ട് കാരണം ബസ്സിലുള്ളവർക്ക് ഉറങ്ങാനേ, ബസ്സിലെ ട്രെയിനിലുള്ളവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വിളിച്ച് കൂർക്കം വലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് AC-യും ഇതുമാണ്. ഞാൻ ആ ടൈമിൽ ഉറങ്ങുന്നത്. ആകെ 1 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ. അതൊക്കെ ഉറങ്ങിക്കോട്ടെ നിങ്ങൾ വെക്കുക. ഇതാണ് സൗണ്ട്. ആലും പോട്ടെ, എങ്ങനെയുണ്ട് ഇന്നത്തെ ട്രെയിനിന്റെ എക്സ്പീരിയൻസ്? കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? സുഖം. പൊതുവെ ഇവർക്ക് ഓരോ ഈ AC കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഛർദിക്കുക, മറ്റേതൊക്കെ കുറെ കവറിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇപ്രാവശ്യം ഒന്നുമില്ല. കാരണം വെച്ചാൽ ട്രെയിന് സ്മൂത്തായി. അപ്പൊ ഇവളെ ലോങ് പോകേണ്ട സംഭവങ്ങളിൽ എനിക്ക് ഏറ്റവും മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ട്രെയിന് പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഛർദിക്കുന്ന ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുക അല്ലേ? ഫൈനലി ഞാൻ വീട്ടിലെ നമ്മളിവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഇതെല്ലാം ആയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചൊന്ന് കിടന്നുറങ്ങിയിട്ട് നമ്മൾ മോർണിംഗ് ആയല്ലോ, ഇനിയിപ്പം പറയാനൊന്നും ഇല്ലല്ലോ. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വരും. അതുവരേക്കും